ഈ യുവജന സംഘടനകൾക്കൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്? യുവജന സംഘടനയ്ക്ക് ചുമ്മാ ഉഴപ്പന്മാരുടെ ഏർപ്പാടില്ല. ഈ യുവജന സംഘടനയ്ക്ക് നിരോധിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞ് മനസ്സിലായ. സംഘടനാ സ്വാതന്ത്ര്യം കൊടുക്കരുത്. അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഡോക്ടർ, നേഴ്സ്, ഇവർക്കൊന്നും സംഘടനാ സ്വാതന്ത്ര്യം കൊടുക്കരുത്. KSEBയിൽ ഒട്ടും കൊടുക്കരുത്. ഇതൊക്കെ എസെൻഷ്യൽ സർവീസ് അല്ലേ? അല്ല, പോലീസുകാരന് വരെ സംഘടനാ സ്വാതന്ത്ര്യം. നാളെ പോലീസുകാരൻ പണിമുടക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? സംഘടനാ സ്വാതന്ത്ര്യം. ഈ സംഘടനാ സ്വാതന്ത്ര്യമൊക്കെ അത് എസെൻഷ്യൽ സർവീസിന് കൊടുക്കാനേ പാടില്ല. ഫയർഫോഴ്സ് സമരത്തിലാണ്. എന്ത് ചെയ്യാൻ പോകുന്നു? അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, ജനാധിപത്യമാണ്. ഇല്ല, ജനാധിപത്യത്തിൽ അങ്ങനെ തോന്നിയാസം സമരം ചെയ്യാനുള്ള അവകാശമില്ല. അത് കൊടുക്കാൻ പാടില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ താന്തോന്നിത്തം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അച്ചടക്കം എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രാവിലെ എണീക്കണം, കുളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളൊരു സന്യാസി വന്നിരിക്കും. മൊത്തം സമൂഹത്തിന് അതിനോടൊരു പുച്ഛമാണ്. അച്ചടക്കത്തോടെയുള്ള ജീവിതം, ചിട്ടയോടെയുള്ള ജീവിതം, ഇതൊക്കെ എന്തോ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആൾക്കാർ രാവിലെ 12 വരെ കിടന്നുറങ്ങുക. ഞാനുമൊക്കെ ആ കൂട്ടത്തിലാണ്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തോന്നിയ മാസം ഉറങ്ങുകയും തോന്നിയ മാസം എണീക്കുകയും ചെയ്യുന്ന ഇത്. അപ്പോൾ എന്നെ കണ്ടു വളരുന്ന എൻ്റെ മക്കളോ അവരുടെ മക്കളോ ഒക്കെ എങ്ങനെയായിരിക്കും? അവരും തോന്നി. ഇതിനൊക്കെ എക്സ്ക്യൂസും ഉണ്ട്. പലരും സോഫ്റ്റ്വെയറാണ്, അപ്പോൾ സായിപ്പിൻ്റെ സമയം നോക്കിയിട്ട് വേണം ഇവിടെ ജോലി ചെയ്യാൻ. ഇപ്പോൾ എല്ലാത്തിനും എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്. ബട്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് ഒരു കാരണമാണിതിന്. രാഷ്ട്രീയക്കാരൻ ബിസിനസ് നടത്തുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മക്കൾ പോയി മയക്കുമരുന്ന് മേടിച്ച് തിന്നേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു വിൽ പവർ വേണ്ടേ? പോലീസ് സ്റ്റേഷനില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളാരും പോയി കക്കാറില്ല. പോലീസിനെ പേടിച്ചിട്ടല്ല നമ്മൾ കക്കാത്തത്. നാളെ പോലീസ് സ്റ്റേഷൻ അടഞ്ഞ് കിടക്കുന്നു, വായിച്ചതിനോട് പോയി നമുക്ക് പോയി ഒരു ബാങ്ക് കൊള്ളയടിച്ചാലും പോലീസ് സ്റ്റേഷൻ അടഞ്ഞ് കിടക്കുക പറയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. ഏത് രാഷ്ട്രീയക്കാരനും പോലീസുകാരനും കറപ്റ്റാണെങ്കിലും എന്തുവാണെങ്കിലും ഞാനിത് ഉപയോഗിക്കില്ല എന്നൊരു ഡിറ്റർമിനേഷൻ, അത് ചെറുപ്പത്തിൽ കൊടുക്കാൻ ആളില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് പലപ്പോഴും അധ്യാപകരാണ്. കുട്ടികളുടെ സ്വഭാവം വലിയൊരു ശതമാനം രൂപപ്പെടുത്തുന്നത് അധ്യാപകരാണ്. അധ്യാപകർ ഇതിൻ്റെ ആൾക്കാരാണ്, ഇതിൻ്റെ കമ്മീഷൻ പറ്റുന്നവരാണ്. അല്ലെങ്കിൽ AKPCTW എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ഈ പിള്ളേരെ കൊണ്ട് രാത്രി പോസ്റ്റർ ഒട്ടിക്കുന്നവരാണ്. അധ്യാപക സംഘടന പാടില്ല എന്ന് ഞാൻ പറയാൻ കാര്യം ഇതാണ്. അധ്യാപക സംഘടന വിദ്യാർത്ഥികളെ ദുരുപയോഗം ചെയ്യും. സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി സംഘടന അധ്യാപകരെ വിലക്കെടുക്കും. ഇതിനൊക്കെ കുഴപ്പമുണ്ടാകും. ഈ എസെൻഷ്യൽ സർവീസിലൊന്നും ഇത്തരം കാര്യങ്ങൾ പാടില്ല.